നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നക്ഷത്ര ഫലമാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. കൊല്ലവർഷം 1201 മകരമാസം ജനുവരി 15 മുതൽ ആരംഭിക്കുകയാണ്. മകരസംക്രമം മുതലാണ് ഉത്തരായന കാലത്തിന്റെ ആരംഭം. ഉത്തരായനം എന്നത് ദേവസംബന്ധമായിട്ടുള്ള ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിശേഷ സമയമാണ്. ഉത്തരായനത്തിന്റെ ആരംഭകാലം എന്ന രീതിയിൽ മകരമാസം വളരെ വിശേഷപ്പെട്ടതാണ്. ഓരോ മാസത്തെയും സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നാം അവതരിപ്പിക്കുമ്പോൾ പൊതുവെ എല്ലാ ഗ്രഹങ്ങളുടെയും ഫലങ്ങൾ ചേർത്തുകൊണ്ട് ഓരോ രാശിക്കൂറുകാർക്കും എന്തെല്ലാം ഫലങ്ങൾ ലഭിക്കുമെന്നുള്ള നക്ഷത്ര ഫലത്തെ അവതരിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ ഓരോ മാസത്തെയും സൂര്യസംക്രമത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംക്രമ ഫലങ്ങളും അവതരിപ്പിക്കാറുണ്ട്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഈ സംക്രമ ഫലവും നക്ഷത്ര ഫലവും സമ്മിശ്രമായിട്ട് ചേർത്തുകൊണ്ട് വേണം ഒരു വ്യക്തിക്ക് അതാത് മാസങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് നിശ്ചയിക്കാൻ. രണ്ടും ഓരോ വീഡിയോയിൽ തന്നെ ചേർക്കുക ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് രണ്ടായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. വളരെയേറെ ദൈർഘ്യം ഉണ്ടാകാം ഒരു വീഡിയോയിൽ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടായിട്ട് ഇത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ്. അടുത്ത ദിവസം മകരസംക്രമ ഫലത്തെ പറയാം. അത് ഓരോ നക്ഷത്രങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഇത് ഓരോ രാശിക്കൂറുകാരെ പ്രത്യേകമായിട്ട് പറഞ്ഞുകൊണ്ടായിരിക്കും. മകരൻ രാശി എന്ന് പറയുന്നത് ശനിയുടെ രാശിയാണ്. ശനിയുടെ ശത്രുഗ്രഹമാണ് ചൊവ്വ. എന്നാൽ ചൊവ്വയ്ക്ക് മകരൻ രാശിയിൽ ഉച്ച അവസ്ഥയുണ്ട്. അതായത് ചൊവ്വയുടെ ഏറ്റവും ബലമുള്ള രാശിയാണ് മകരൻ രാശി. ഒരുപക്ഷെ ശനിയേക്കാൾ കൂടുതൽ മകരൻ രാശിയിൽ സ്വാധീനമുള്ള ഗ്രഹം ചൊവ്വയാണ്. എന്നാൽ ഈ മകരസംക്രമ ആരംഭകാലത്ത് ചൊവ്വ മൗഢ്യത്തിലാണ് എന്നുള്ളത് പ്രത്യേകതയാണ്. അത് ഫലങ്ങളെ ബാധിക്കാം. മകരൻ രാശിയിൽ ശുക്രനുണ്ട്, ബുധനും സംക്രമിക്കുന്നുണ്ട്. ശനി മീനൻ രാശിയിലും കേതു ചിങ്ങം രാശിയിലും വ്യാഴം മിഥുനൻ രാശിയിലും രാഹു കുംഭം രാശിയിലുമായിട്ടാണ് പ്രധാന ഗ്രഹങ്ങളെല്ലാം തന്നെ നിൽക്കുക. നമുക്ക് ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി പ്രകാരം ഓരോ രാശിക്കൂറുകാർക്കും ഉണ്ടാകുന്ന മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പലതും മാറ്റങ്ങളായിട്ട് സംഭവിച്ചിട്ട് അത് അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ തൊഴിലിലും ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അത് അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ മേടക്കൂറുകാരെ സ്വാധീനിക്കാം, ഗുണഫലങ്ങൾ ലഭിക്കാം എന്നർത്ഥം. കൂടാതെ പ്രണയിക്കുന്നവർക്കും വിവാഹ ആലോചനകൾ നടക്കുന്ന മേടക്കൂറുകാർക്കും ഒക്കെ വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. സാമ്പത്തിക സ്ഥിതിയും പൊതുവെ മേടക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ 1201 മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഗ്രഹങ്ങളിലെ ഈ മാറ്റങ്ങളൊക്കെ ധാരാളം സമയം ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ കിട്ടും. കൂടാതെ രാഹുവിന്റെ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് കൈപിടിച്ച് കയറുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവക്കൂറുകാർക്ക് കൂടുതൽ ഉന്നതങ്ങളിൽ എത്താൻ സാധിക്കും. എന്നാൽ ഇടവക്കൂറുകാർ രോഗാവസ്ഥകളെ പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പൊതുവെ ഇടവക്കൂറുകാർക്ക് നല്ല മാസമാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ കൊല്ലവർഷം 1201 മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിൽ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അനാവശ്യ ആശങ്കകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം ഒഴിവാക്കുക. താൽക്കാലികമായി ചില മാറ്റങ്ങൾക്ക് ആരംഭം കുറിക്കാനുള്ള അനുകൂല സമയമാണ്. ബിസിനസ് ഒക്കെ ചെയ്യാൻ ആലോചിക്കുന്നവർക്ക് അതിന് ഏറ്റവും ശുഭകരമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ. കച്ചവടമൊക്കെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നേട്ടങ്ങൾക്ക് സഹായകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഈ മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമാണ്. പല കോണിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതുമാണ്. ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനുള്ള യോഗങ്ങളും ഉണ്ടാകും. പൊതുവെ കർക്കിടകക്കൂറുകാർക്കും അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് മകരമാസം. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഈ മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാർക്ക് ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ കരസ്ഥമാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതിനനുസരിച്ച് ജീവിതം കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കും. ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കും. വരുമാനത്തിൽ നല്ല വർധനമുണ്ടാകും. സാമ്പത്തികമായി പൊതുവെ സുരക്ഷ അനുഭവിക്കും. അത്തരത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളും ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. പലപ്പോഴും ഏത് വിധത്തിലുള്ള കാര്യമാണെങ്കിലും ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്തു തീർക്കാനുള്ള
സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വാഹനം കൈകാര്യം ചെയ്യുന്ന ചിങ്ങക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലും വാഗ്വാദങ്ങളിലും ഉൾപ്പെടാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റെല്ലാ കാര്യത്തിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മാസമായിരിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. മുൻപ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ചിങ്ങക്കൂറുകാർക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള സൂര്യന്റെ വർഷമാണ് 2026. അതേപോലെ തന്നെ മകരമാസവും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂല മാസമാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ഈ മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹാലോചനയൊക്കെ നടക്കുന്നവർക്ക്, കാലതാമസം വന്നിരുന്നവർക്ക് ചിലപ്പോൾ ഈ മാസത്തിൽ അനുകൂലമായിട്ടുള്ള വിവാഹാലോചനകൾ തേടി വന്നേക്കാം. പൊതുവെ ദാമ്പത്യ ജീവിതത്തിന്റെ കാര്യത്തിലാണെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളായി ഉണ്ടായിരുന്ന മന്ദതയ്ക്ക് മാറ്റങ്ങൾ വരാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വഴി സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. തർക്കങ്ങളുള്ളതൊക്കെ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പൊതുവെ കന്നിക്കൂറുകാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ അലസത വെടിയുക എന്ന് മാത്രം. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ ആദ്യ പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് സന്തോഷവും സമാധാനവും നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് മകരമാസം. അശ്രദ്ധ തന്നെയാണ് ഇത്തരത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോട് മുന്നോട്ട് പോയാൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ തുലാക്കൂറുകാർക്ക് സാധിക്കുകയും ചെയ്യും. പല വിധത്തിലും സാമ്പത്തിക പ്രതിസന്ധികളും ഉണ്ടായേക്കാം. എന്നാൽ ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യത്തിലൂടെ ദൈവാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയാൽ കാര്യങ്ങളെയൊക്കെ തരണം ചെയ്തു പോകാനും സാധിക്കും. പല വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നേക്കാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അനാവശ്യ വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഈ മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് രാശിയാധിപനായിട്ടുള്ള ചൊവ്വ ഉച്ചരാശിയിലേക്കാണ്. എന്നാലും ഏതാനും നാൾ മൗഢ്യത്തിന്റെ അവസ്ഥയും ഉണ്ടാകും. എന്നിരുന്നാലും വൃശ്ചികക്കൂറുകാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് സാഹചര്യം ഉണ്ടാകുന്ന മാസമാണ്. ഈ മാസത്തെ പ്രവർത്തനങ്ങൾ വരുന്ന ഭാവിയിൽ സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ആനുകൂല്യങ്ങളെല്ലാം തന്നെ സ്വയം നിങ്ങളെ തേടിയെത്തുന്നതാണ്. എന്നിരുന്നാലും ആരോഗ്യ കാര്യത്തിൽ ഒട്ടും അലംഭാവം കാണിക്കാതിരിക്കുക. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ശുഭകരമായി മുന്നോട്ട് നീങ്ങും. ആരോഗ്യം ശ്രദ്ധിക്കുക എന്ന് മാത്രം. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. വിവാഹാലോചനയൊക്കെ നടക്കുന്നവർക്ക് വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിലും മനസ്സിനനുസരിച്ച രീതിയിൽ സാമ്പത്തിക സ്ഥിതി മെച്ചമാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. എന്നാൽ മാനസികമായിട്ട് അനാവശ്യ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക, മാനസിക ആരോഗ്യത്തെ ശ്രദ്ധിക്കുക എന്ന് സാരം. അതേപോലെ തന്നെ നിക്ഷേപങ്ങളും ധനുക്കൂറുകാർ ശ്രദ്ധിച്ച് ചെയ്യുക. പൊതുവെ നല്ല മാസമാണ് എങ്കിൽ പോലും മനസ്സിന്റെ അസ്വസ്ഥതകളൊക്കെ ഒഴിവാക്കാനുള്ള മാർഗങ്ങളും അശ്രദ്ധമായിട്ടുള്ള നിക്ഷേപങ്ങളും ഒഴിവാക്കുക. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ മകരമാസത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. എന്നാൽ കൂടുതലായിട്ട് അധ്വാനിക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. സമ്പത്തിനെ കരുതലോടുകൂടി ഉപയോഗിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളെ ഒട്ടും അവഗണിക്കാതിരിക്കുക. സാമ്പത്തിക മാറ്റങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പൊതുവെ നല്ല മാസമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്ന അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രന്റെ അനുകൂലമായിട്ടുള്ള മാറ്റം അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ്. ജീവിതത്തിൽ പല ആഡംബര കാര്യങ്ങൾക്കും സാഹചര്യം ഉണ്ടാകുന്നതാണ്. സന്തോഷവും സമാധാനവും ഒക്കെ തേടിയെത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ശനിയുടെ സ്ഥിതി മൂലവും നേട്ടങ്ങളൊക്കെ തേടിയെത്തുന്നതാണ്. വിശേഷിച്ച് മകരമാസത്തിന്റെ പകുതിക്ക് ശേഷമുള്ള സമയത്ത് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മികച്ച മാറ്റങ്ങൾക്കായിട്ട് കാത്തിരിക്കാൻ പറ്റിയ സമയം തന്നെയാണ് മകരമാസം. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ഈ മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പുരുട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ തരത്തിലും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. എന്നാൽ അശ്രദ്ധ മാറ്റിവെക്കണം. അശ്രദ്ധ മൂലം നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ പ്രത്യേകിച്ച് അശ്രദ്ധ ഒഴിവാക്കുക.
ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പലതും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. അശ്രദ്ധ ഒഴിവാക്കണമെന്ന് മാത്രം. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ആശങ്കകളൊക്കെ ഒഴിവാക്കുക. വളരെ നല്ല മാസം തന്നെയാണ്. 12 രാശിക്കൂറുകാരുടെയും കൊല്ലവർഷം 1201 ആണ്ട് മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞത്. അടുത്ത ദിവസം തന്നെ സൂര്യസംക്രമം മൂലം ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ വ്യക്തമായിട്ട് രാജ്യത്തിന്റെയും ഭരണാധികാരികളുടെയും അങ്ങനെ തുടങ്ങി വളരെയേറെ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളും കൊണ്ട് വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.